SNDPയുടെ സമുന്നതനായ നേതാവ് അല്ലെങ്കിൽ ഈഴവ സമൂഹത്തിൻ്റെ നിലവിലെ ഒരു സാമുദായിക നേതാവ് എന്ന നിലയിൽ SNDPയുടെ ഒരു യോഗത്തിലാണ് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെയും അവിടുത്തെ മുസ്ലിം സമൂഹത്തെയും പരസ്യമായി ആക്ഷേപിക്കുന്ന രീതിയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ്റെ വിവാദ പരാമർശം കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പരിമിതികളും പ്രയാസങ്ങളും എനിക്കറിയാം. നിങ്ങൾ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും നോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്. ഇത് ഇത്രത്തോളം വിവാദമാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുക്കങ്ങളും രാഷ്ട്രീയ ആലോചനകളും ചർച്ചകളും എല്ലാം തന്നെ കേരളത്തിൽ നടന്നു വരികയാണ്. ഈ ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി CPMൻ്റെ ഒരു രാഷ്ട്രീയ ആലോചനയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഐഡിയോളജികളൊക്കെ തന്നെ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ ആകാംക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലപ്പുറത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, മറ്റുള്ള ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി മലപ്പുറം ജില്ലയുടെ സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെയാണ് അവിടെ ജീവിച്ചു പോകുന്നത്, ഇതൊക്കെ തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പായി ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ബന്ധപ്പെട്ട വിവാദ പരാമർശങ്ങളുടെ വാർത്തകളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഇപ്പൊ ഏറെ അത്ഭുതമായിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ SNDPയുടെ നേതാവായിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ 30 വർഷം കാലപൂർത്തിയാകുന്ന ഒരു ആഘോഷവേളയിൽ അല്ലെങ്കിൽ ആ ഒരു സമ്മേളന വേദിയിൽ പിണറായി വിജയൻ എടുത്ത നിലപാടാണ് കേരളത്തെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷ്യം എന്താണ്, അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം പിണറായി വിജയന്റെ 2015 അദ്ദേഹം സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ വാർത്ത അല്ലെങ്കിൽ ആ നിലപാട് എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. ഒക്ടോബർ 5-ാം തീയതി 2015 ഈ ഒരു പോസ്റ്റ് വരുന്നത്. RSSന്റെ നാവ് കടമെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ സഖാവ് VS അച്യുതാനന്ദനെയും മറ്റു നേതാക്കളെയും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കണം. RSS ബന്ധം അദ്ദേഹത്തിന്റെ അഹംഭാവം എത്രമാത്രം ഹീനമായ തലത്തിലെത്തിക്കുന്നു എന്നതാണ് മുതിർന്ന നേതാക്കളെ തുടർച്ചയായി അവഹേളിക്കുന്നതിലൂടെ കാണാനാകുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ ഒരിക്കലും ഉൾക്കൊള്ളുന്നതല്ല RSSന്റെ രാഷ്ട്രീയം. അത് തിരിച്ചറിയുന്ന ജനങ്ങളെ ഇത്തരം അഭ്യാസം കൊണ്ട് വഴിതെറ്റിക്കാനുമാവില്ല. വർഗീയതയുടെ വഴിയിലേക്ക് നയിക്കാൻ ആര് ശ്രമിച്ചാലും ചെറുത്തുനിന്ന പാരമ്പര്യമാണ് ശ്രീനാരായണീയരുടേത്, അതായത് ഈഴവ സമൂഹത്തിൻ്റെത്. മതം എന്നാൽ അഭിപ്രായം, അത് ഏതായാലും മനുഷ്യൻ ഒരുമിച്ച് കഴിഞ്ഞുകൂടാ എന്ന ശ്രീനാരായണ വാക്യം നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരു ജനതയെ മാട്ടിറച്ചി ഭക്ഷിച്ചു എന്ന് ആരോപിച്ച് മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വർഗീയ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് വലിച്ചു നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു നീക്കവും ഈ കേരളത്തിൽ വിജയിക്കില്ല. ഈ ഒരു അഭിപ്രായം വെള്ളാപ്പള്ളി നടേശൻ ഇതിനു മുമ്പ് 2015 നടത്തിയിട്ടുള്ള വിവാദ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതോടൊപ്പം തന്നെ ഒരു മാൻഹോൾ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്നും ഇതുപോലെ വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായങ്ങൾ പുറത്തു വന്നിരുന്നു. അതും കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. അപ്പം നമ്മളൊക്കെ ഇതുവഴി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഈ രീതിയിൽ പരാമർശങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്നൊക്കെ കൂടിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പം നിലവിലെ ഈ ഒരു പരാമർശം സത്യത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അത് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നിലവിലെ കേരള രാഷ്ട്രീയത്തിൽ LDF UDF എന്ന് പറയുന്ന ഒരു രണ്ട് മറുപുറങ്ങളുടെ ഒരു രാഷ്ട്രീയത്തിൽ ഉപരിയായി സംഘപരിവാറിന്റെ രാഷ്ട്രീയം കേരളത്തിൽ പതുക്കെ വളർന്നു വരുന്ന ഒരു സമയം കൂടിയാണിത്. അതിനോടൊപ്പം തന്നെ LDF UDF BJP അല്ലെങ്കിൽ NDA, അതിനൊപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ
PV അൻവറിന്റെ ഒരു രാഷ്ട്രീയം കൂടി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകളുടെ ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ് പിണറായി മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കാണാം. കാരണം മുസ്ലിം ലീഗിനൊപ്പം കുറച്ച് പിന്നോക്ക വിഭാഗങ്ങളുണ്ട്, അതോടൊപ്പം BJPയുടെ പക്ഷത്തുണ്ട്, കോൺഗ്രസിനൊപ്പമുണ്ട്, അതോടൊപ്പം തന്നെ PV അൻവറിനൊപ്പമുണ്ട്. അപ്പൊ ഈ ഹിന്ദു സമൂഹത്തിന്റെ ഈ വോട്ടുകളെ, അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിന്റെ ഈ വോട്ടുകളെ വരുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഇത് CPMന്റെ പാളയത്തിൽ എത്തിക്കാം എന്നുള്ളത് കൂടി മുൻധാരണയോടെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി ഈ ഒരു നിലപാടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ ഒരു നിലപാട് അദ്ദേഹം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പാർട്ടി സെക്രട്ടറി ആയിട്ട് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവ് കൂടിയാണ് പിണറായി വിജയൻ. അതോടൊപ്പം തന്നെ ഇത്രയും നാളത്തെ സാമൂഹിക ചുറ്റുപാട്, കേരളത്തിലെ എങ്ങനെയാണ് സമൂഹം ജീവിക്കുന്നത്, ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു നേതാവ് കൂടിയാണ് ശ്രീ പിണറായി വിജയൻ. അപ്പം മുസ്ലിം ലീഗിനെ ഏകദേശം ഒരു തോൽപ്പിക്കുന്ന, അല്ലെങ്കിൽ സംഘപരിവാറിനെ മാറ്റി അകറ്റി നിർത്തുന്ന, അതായത് കേരളത്തിൽ CPMന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേര് വടക്കൻ കേരളത്തിൽ ഇനിയും വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു നിലപാടിലൂടെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏവർക്കും പിണറായിയുടെ ഈ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് ഒരു പകുതി ഒരു സമാധാനം നൽകുന്നുവെങ്കിലും ദേശാഭിമാനി, അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പോലും വിമർശിച്ച് സംസാരിച്ചു. അതായത് വെള്ളാപ്പള്ളിയുടെ ഈ കഴിഞ്ഞ നിലപാടുമായി ബന്ധപ്പെട്ട് ആ വിവാദ പരാമർശത്തെ മൊത്തത്തിൽ വിമർശിച്ച് തള്ളുന്ന രീതിയിലാണ് CPMന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ SNDPയുടെ 30ാം വർഷത്തെ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ആഘോഷവേളയിൽ പിണറായി ഈ ഒരു നിലപാടെടുക്കുന്നത്. അപ്പം വരുന്ന ഈ ഒരു ഇലക്ഷൻ അത് എന്ത് തന്നെയായാലും, ഏത് വിധേനയായാലും വലിയൊരു മത്സരം കൂടിയായിരിക്കും നിലമ്പൂർ നടക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ CPI കൂടി CPMന്റെ ഒരു മറുവശത്ത് വരുന്ന ഒരു കാഴ്ച കൂടി കഴിഞ്ഞ ദിവസം നമ്മൾ അറിയാനിടയായി. അതായത് വീണ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട്, എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് SFIO കൊടുത്തിരിക്കുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഈ ഒരു വേളയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ഒരു ഐഡിയോളജിയിൽ ആണ് CPI നിലകൊള്ളേണ്ട ഒരു നിലപാടിലാണ് CPMന്റെ നിലവിലെ അഭിപ്രായങ്ങൾ മുഴുവൻ പുറത്തു വരുന്നത്. അപ്പൊ CPI എന്തുകൊണ്ടാണ് CPMനെതിരെ ഈ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് ഏറെ ക്ഷീണം നൽകുന്ന ഒരു അവസ്ഥ കൂടിയാണ് CPMനെ സംബന്ധിച്ച്. അപ്പോൾ CPIയുടെ നേതാവായിട്ടുള്ള ബിനോയ് വിശ്വം പറയുന്നത്, എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വീണ വിജയന് അത് ഏത് രീതിയിൽ ആ കേസ് നടത്തണം, അതിനെ സംബന്ധിച്ചൊന്നും CPI അവർക്കൊപ്പം നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട് പറയുന്നത്. വീണയ്ക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ട എന്നുള്ള തരത്തിലായിരുന്നു. LDFന്റെ പിന്തുണ മുഖ്യമന്ത്രിക്കും വീണയ്ക്കും ഉണ്ട് എന്നുള്ളതാണ്. ഞാനും ശിവൻകുട്ടിയും ഒരേ കാര്യമാണ് പറഞ്ഞത്. ഒരേ കാര്യം. ശിവൻകുട്ടി പറഞ്ഞു വീണയ്ക്ക് എൻ്റെ പിന്തുണ ആവശ്യമില്ലെന്ന്. ആണ് ഞാനും പറഞ്ഞത്. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെയായിരിക്കും, LDFന്റെ കൂടെ ആയിരിക്കും ഞങ്ങളെല്ലാവരും. LDFന്റെ മേൽ രാഷ്ട്രീയമായി ഒരു ആക്രമണത്തിനായി ആര് വന്നാലും ഞങ്ങൾ നേരിടും രാഷ്ട്രീയമായിട്ട്. എന്നാൽ ഉത്കണ്ഠ എനിക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം വീണ വേറൊരു ഇൻഡിപെൻഡൻറ്റ് വ്യക്തിത്വമാണ്. പ്രായപൂർത്തി വന്ന ഒരു പക്വത വന്ന ഒരു സ്ത്രീയാണ് അവർ. വ്യവസായം നടത്താതിൽ കേസ് വന്നാൽ നേടാനോ ഒക്കെയുള്ള കെൽപ്പ് അവർക്കുണ്ട്. അവർക്ക് എൻ്റെയോ ആരുടെയോ പിന്തുണ ആവശ്യമില്ല. നമുക്കറിയാം, മദ്യനയവുമായി ബന്ധപ്പെട്ട് CPIക്ക് CPMനൊപ്പം അല്ല നിലനിൽക്കുന്നതെന്നും, അല്ലെങ്കിൽ അവർക്കൊപ്പമല്ല. മദ്യനയവും എക്സാലോജിക്ക് വിഷയവും ഈ രണ്ട് നിലപാടുകളിലും CPMന് എതിരെയാണ് CPI നിൽക്കുന്നത്.
അങ്ങനെ CPM-നെ സംബന്ധിച്ച് വളരെയധികം ദുർഘടത്തിലൂടെയാണ് ആ പാർട്ടി സഞ്ചരിച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ ഇമേജ് ഏകദേശം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് നമ്മൾ. അത് സത്യമായിട്ട് അത് പറയാതിരിക്കാൻ കഴിയുകയുമില്ല. എന്ത് തന്നെയായാലും ഒരു മൂന്നാം ഭരണ തുടർച്ച അത് ഈ ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. എന്തു തന്നെയായാലും നല്ലൊരു തെരഞ്ഞെടുപ്പും നല്ലൊരു രാഷ്ട്രീയ ചുറ്റുപാടും നിലമ്പൂരിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.